Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workaby. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഇന്ന് കരുണയുടെ അവസാന മണിക്കൂറിൽ 36, 37, 38 സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈശോ പറയുകയാണ്, ഞാൻ ഏറെ ദുഃഖത്തോടെ പറയട്ടെ, ഇതാ മനുഷ്യർ രക്തത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ദാഹിക്കുന്നു. അശുദ്ധ പാപങ്ങൾ ഇനിയും വലിയ തോതിൽ വർദ്ധിക്കും. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നതും അവരെ ദൈവസ്നേഹത്തിലും ദൈവ ശുശ്രൂഷയിലും വളർത്തുക എന്നതും എത്രയോ ഗൗരവമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് മാതാപിതാക്കൾ മറന്നു പോകുന്നു. ഈ അടയാളങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത നശിപ്പിക്കുന്ന പ്രവൃത്തികളിൽ അഭിരമിക്കുന്നു. എത്ര നേരത്തെ കഴിയുമോ അത്രയും നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ അവർ പ്രായമായവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ തിരിച്ചറിവിൻ്റെ പ്രായം ആകുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞുങ്ങളെ നരകത്തിന് യോഗ്യരാക്കുന്നു. അനേകം ആത്മാക്കൾ, വിശിഷ്യ കുട്ടികൾ, തിരിച്ചറിവിൻ്റെ പ്രായമാകാത്ത കുട്ടികൾ വരെ നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ കാണുന്നു. ആ കുഞ്ഞുങ്ങളുടെ ആത്മനഷ്ടത്തിന് കാരണമാകുന്നവരെ അതിന് തക്ക ശിക്ഷയും ദൈവശാപവും കാത്തിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും വിശിഷ്യ എൻ്റെ വഴിയിൽ നിന്നകന്ന് എന്നെ വീണ്ടും ക്രൂശിൽ തറയ്ക്കാൻ ഒരുമ്പെടുന്നവർക്ക് വേണ്ടിയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ശിക്ഷയുടെ ദിനങ്ങൾക്ക് മുൻപേ അവരെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് അനേകർ അന്യമതങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. എന്നെക്കുറിച്ചോ തങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച സഭയെക്കുറിച്ചോ ഒരു ക്രിസ്തീയ ആത്മാവിന് നന്മയായത് എന്തെന്നതിനെക്കുറിച്ചോ ഒരു ചിന്തയുമില്ലാതെ അവർ തങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾക്ക് ഇണങ്ങുന്ന മതങ്ങളെ ആശ്ലേഷിക്കുന്നു. 37-ാമത്തെ സന്ദേശം. എൻ്റെ ജനമേ, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു അവസരമായി സ്വീകരിക്കുക. നിങ്ങൾക്കിടയിൽ വലിയ ഭിന്നത സംഭവിക്കാനിരിക്കുന്നു. അതിനാൽ സഭയുടെ സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കുക. ഈശോ പറയാണ്, അതിനാൽ സഭയുടെ സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കുക. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിലും അങ്ങനെ അല്ലാത്തവരുടെ ഇടയിലും വലിയ ഉണർവ് ദൃശ്യമാകും. എൻ്റെ ജനമേ, ലോകമെങ്ങുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ അഭയസങ്കേതങ്ങളിലേക്ക് പോകാനായി നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കുക. എൻ്റെ മാലാഖമാർ നിങ്ങളെ അവിടേക്ക് നയിക്കും. നിങ്ങളുടെ കൈവശമുള്ളവയെ ഞാൻ വർദ്ധിപ്പിച്ചു തരും. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് എന്നിൽ ആശ്രയിക്കുന്നവർ ആശ്വാസവും ആനന്ദവും അനുഭവിക്കും. ഇത് വലിയ മാറ്റങ്ങളുടെ കാലമാണ്. അതിനു വേണ്ടിയുള്ള സംഭവങ്ങൾ എല്ലാം ഇതാ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യവംശത്തിനു മേൽ വലിയ ദുരിതങ്ങൾ വന്നു ഭവിക്കും. ഇത് ലോകത്തിന് വേണ്ടി സാക്ഷ്യം നൽകേണ്ട സമയമല്ല, പിന്നെയോ ലോകത്തിന് മുൻപിൽ സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം നൽകേണ്ട സമയമാണ്. കുറച്ചു കാലത്തേക്ക് സാത്താന് എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം ലഭിക്കും. അവൻ എല്ലാറ്റിനെയും ഭരിക്കുകയും നന്മയായ എല്ലാറ്റിനെയും, മതത്തെയും വിശ്വാസത്തെയും കുഴിച്ചു മൂടുകയും ചെയ്യും. അങ്ങനെ അവർ തങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദിക്കും. എന്നാൽ ആ വിജയത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം ജനത്തെ ഒരുമിച്ച് കൂട്ടാനായി തിരിച്ചു വരും. തിന്മയുടെ മേൽ വിജയം വരിച്ച് ഞാൻ ആധിപത്യം ഏറ്റെടുക്കുകയും കുഴിച്ചു മൂടപ്പെട്ട സഭയെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യും. സഭ അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും, എന്നിട്ട് ബ്രാക്കറ്റ് പറയാണ്, കൂദാശകളും ആത്മീയ ശുശ്രൂഷകളും ആയിരിക്കാം ഈശോ ഉദ്ദേശിക്കുന്നത്. സഭ അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് കാണുന്ന രീതിയിൽ കുറച്ചു കാലത്തേക്ക് ഇല്ലാതെയാകും. വ്യാകുലത്തിൻ്റെ ആ നാളുകളിൽ പ്രഭാപൂർണമായ അടയാളങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ സാത്താൻ കുറച്ചു കാലത്തേക്ക് അധികാരം ലഭിക്കും, അവൻ്റെ വിജയത്തിൽ അവൻ ആഹ്ലാദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയാണ്, ആ വിജയത്തിന് ശേഷം ഈശോ തൻ്റെ സ്വന്തം ജനത്തെ ഒരുമിച്ച് കൂട്ടാനെ തിരിച്ചു വരും. അത് രണ്ടാം വരവാണ്. പലരും പറയുന്നുണ്ട് ഇനി ഉള്ള കാലങ്ങളിൽ വലിയൊരു ഉണർവുണ്ടാവും. ഉണർവെന്ന് ഉദ്ദേശിക്കുന്നത് സഭയിൽ എല്ലാ പ്രശ്നങ്ങളും മാറിയും സഭ വളരെ മഹത്വീകരിക്കപ്പെട്ട സിറ്റുവേഷനിൽ എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവചനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. സഭയുടെ അന്തിമ പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ CCC 675 പറയുന്ന സഭയുടെ അന്തിമ പരീക്ഷണം. ആ പരീക്ഷണങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിക്കഴിഞ്ഞ്
അവസാനത്തെ നിമിഷമാണ് ഈശോ ഭൂമിയിലോട്ട് വരുന്നതും സഭയെ ഉയർപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ മുന്നറിയിപ്പിൻ്റെ സമയത്ത് സംഭവിക്കുന്ന രണ്ടാം പെന്തക്കോസ്ത തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ലോക രാജ്യങ്ങളിലോട്ട് കർത്താവിൻ്റെ സുവിശേഷം എത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ഒരു സെക്കൻഡ് പെന്തക്കോസ്ത് മുന്നറിയിപ്പിൻ്റെ സമയത്താണ് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളത്. അതുണ്ടാവും. പക്ഷെ അപ്പോഴും സഭ പീഡനങ്ങളിലൂടെ തന്നെ കടന്നു പോവുകയായിരിക്കും. സഭയ്ക്ക് പുറത്തുള്ള പീഡനങ്ങളെക്കാളും ഉപരി സഭയ്ക്കകത്തുള്ള പീഡനങ്ങൾ. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ സഭയിലെ എല്ലാ കാര്യങ്ങളും കുറച്ച് കാലത്തേക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ മാതാവ് പറയുന്നുണ്ട് 2033 ആകുമ്പോഴേക്കും സഭയിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുമെന്നും പറയുന്നുണ്ട്. 38ാമത്തെ സന്ദേശം: ഇതാ ഞാൻ എൻ്റെ ഭൂമിയിലെ ജീവിതകാലത്ത് ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ലോകത്തിൽ പലയിടത്തും ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള എതിർപ്പുകളും ഉണ്ടാകും. പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക, പരിഹാരം ചെയ്യുക. എൻ്റെ വരവ് അടുത്തെത്തിയിരിക്കുന്നതിനാൽ ഒലിവ് തോട്ടത്തിൽ എൻ്റെ ശിഷ്യന്മാർ ഉറങ്ങിയതുപോലെ നിങ്ങളും ഉറങ്ങരുത്. മനുഷ്യവംശത്തിനെതിരെയുള്ള എൻ്റെ പിതാവിൻ്റെ ക്രോധം വളരെ വലുതാണ്. ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരുന്നില്ലെങ്കിൽ വിവരണാതീതമായ ദുരന്തങ്ങൾ ഇതിനകം തന്നെ ഭൂമി വേദിയാകുമായിരുന്നു. അതായത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള വിവരണാതീതമായിട്ടുള്ള ദുരിതങ്ങൾ ഇതിനകം തന്നെ ഭൂമി കണ്ടേനെ എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് പറയണത് ഈ അമ്മാമ്മമാർ ജപമാല നിരന്തരം ചൊല്ലുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്കുള്ള പ്രായമായിട്ടുള്ളവരാണ് സത്യത്തിൽ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത്. അതുപോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ. എന്നാൽ എൻ്റെ അമ്മ എന്നോടൊപ്പം പിതാവിൻ്റെ മുൻപിൽ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പിതാവ് പ്രവർത്തിക്കാൻ വൈകുന്നത്. ഈ ഒരു വിഷയം, അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവപിതാവിൻ്റെ ക്രോധം വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, ഇവർ ബൈബിൾ വായിക്കാറില്ലേ എന്നുള്ളത്. ബൈബിളിൽ ഈശോയുടെ രണ്ടാം വരവിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഈശോ പറയുന്നത് എല്ലാം ഭീകര സംഭവങ്ങളാണ്. ഭീകര സംഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നുണ്ട്, ആ വേർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം യുഗാന്ത്യം എന്ന ഹെഡിങ്ങിൽ 12ാം അധ്യായത്തിൽ പറയുന്നത് ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത ദുരിതങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ തിരുവചനത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് അവരെ ഭയപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് ഈശോ പറയുന്നതാണെന്നും ഇതേ കാര്യം തന്നെയാണ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഭയം? ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുകയാണ്, പിതാവിൻ്റെ ക്രോധം വളരെ വലുതാണ്. മനുഷ്യവംശത്തിനെതിരെയുള്ള എൻ്റെ പിതാവിൻ്റെ ക്രോധം വളരെ വലുതാണ്. ഈ ഒരു ടോപ്പിക്കേ നമ്മൾ സംസാരിക്കത്തില്ല. നമ്മളെപ്പോഴും സ്നേഹത്തെപ്പറ്റി മാത്രം, കരുണയെപ്പറ്റി മാത്രം. ഇങ്ങനൊരു ദൈവക്രോധം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും അതാണ് മഹാമാരിയായിട്ടും യുദ്ധങ്ങളായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടൊക്കെ പലപ്പോഴും വരുന്നത് എന്ന് പലരും പറയുന്നില്ല. ഇതൊക്കെ പഴയ നിയമത്തിൽ ദൈവം ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വേർഡ് ഉപയോഗിക്കാത്തത്. ഇവിടെ ഒരു ധ്യാനഗുരു ഞാൻ കേട്ടതാണ്, അതായത് ഒരു പാപം ചെയ്തൊരു വ്യക്തി പാപത്തെപ്പറ്റി അനുദപിക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോഴാണ് അവൻ ഒരു ദുഷ്ടൻ എന്ന ലെവലിലോട്ട് ഉയരുന്നത്. ബൈബിളിൽ പറയുന്ന ദുഷ്ടന്മാർ എന്ന് പറയേണ്ടത് അനുദപിക്കാത്ത പാപിയാണ്, എന്നാൽ വിശുദ്ധർ എന്ന് പറയേണ്ടതോ അനുദപിക്കുന്ന പാപിയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്ടർ, അതായത് അനുദപിക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ പള്ളിയിൽ വരും. ഒരു നേർച്ച പോലെ, ഒരു ചടങ്ങ് പോലെ. ഇവർ ദേവാലയത്തിൽ വന്ന് ഇവർ കുമ്പിടുമ്പോഴും ഇവർ ഹല്ലേലൂയ പറയുമ്പോഴും ഇവർ നാവ് നീട്ടി അയോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ദൈവക്രോധം ഇവരുടെ മേളിൽ വരികയാണെന്ന് ഒരു ധ്യാനഗുരു പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ ഞാൻ കേൾക്കാനിടയായി. ഇങ്ങനൊരു വിഷയമേ നമ്മൾ പറയത്തില്ല. ഈ ഒരു സംഭവമേ പലരും പറയുന്നില്ല, ദൈവക്രോധം എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കാര്യം. അപ്പം ഈശോ പറയുകയാണ്, എന്നാൽ എൻ്റെ അമ്മ എന്നോടൊപ്പം പിതാവിൻ്റെ മുൻപിൽ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പിതാവ് പ്രവർത്തിക്കാൻ വൈകുന്നത്.